സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന പാഠപുസ്തക വിവാദത്തിൽ NCERT മാപ്പ് പറഞ്ഞ് തലയൂരി. 8ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഉൾപ്പെടുത്തിയത്. വിവാദ പുസ്തകം പൂർണ്ണമായും പിൻവലിച്ചതായും ഉള്ളടക്കത്തിൽ നിരുപാധികമായി ക്ഷമ ചോദിക്കുന്നതായും സ്ഥാപനം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ക്ഷമാപണക്കുറിപ്പിൽ പറയുന്നു. വിവാദ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സ്വമേധയായി എടുത്ത കേസിൽ വാദം കേൾക്കാനിരിക്കെയാണ് NCERTയുടെ നീക്കം. ജുഡീഷ്യറിയെ മോശമായി ചിത്രീകരിക്കുന്ന ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെ പുസ്തകത്തിൻ്റെ വിതരണം തടയാനും ഓൺലൈൻ പതിപ്പുകൾ നീക്കം ചെയ്യാനും സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. സംഭവത്തിൽ വെറും ഖേദപ്രകടനം കൊണ്ട് കാര്യമില്ലെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരുകൾ സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കഴിഞ്ഞ തവണ നിർദ്ദേശിച്ചിരുന്നു. NCERT ഡയറക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും കോടതി കാരണം കോട്ടിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. കോടതി കർശന നിലപാടെടുത്തതിന് പിന്നാലെ പിഴവ് അംഗീകരിച്ച NCERT പുസ്തകം തിരുത്തി തയ്യാറാക്കുമെന്ന് നേരത്തെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ പത്രക്കുറിപ്പിൽ ഖേദപ്രകടനത്തിൻ്റെ ഒരു വാക്ക് പോലുമില്ലെന്ന് വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരുപാധികം മാപ്പ് ചോദിച്ച് സ്ഥാപനം പ്രസ്താവന ഇറക്കുന്നത്. കേസിൽ സുപ്രീം കോടതി നാളെ സ്വീകരിക്കുന്ന നിലപാട് NCERT ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും.